മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം, സേവന വ്യവസ്ഥകൾ, ഓഫീസ് കാലാവധി എന്നിവ സംബന്ധിച്ച് ബിൽ ലോക്സഭ പാസാക്കി. ഈ മാസം ആദ്യം രാജ്യസഭയിലും ഈ ബില്ല് പാസാക്കിയിരുന്നു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വിവരങ്ങൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ 3 കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ പാസ്സായിരിക്കുന്നത്. ഈ മാസം ആദ്യം രാജ്യസഭയിൽ ഈ ബില്ല് വന്നിരുന്നു. രാജ്യസഭയിലും ബില്ല് പാസ്സാക്കിയിരുന്നു. മാത്രമല്ല, നേരത്തെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരുന്ന സമിതിയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അംഗങ്ങളെയും തെരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി, അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷി നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇപ്പോൾ പുതിയ കമ്മീഷണറെയും അതേപോലെ തന്നെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുവാനുള്ള വ്യവസ്ഥ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതി ഈ ഒരു ബില്ലിന്മേൽ കൂടുതൽ വിഷയങ്ങൾ സർക്കാരിനോട് ആരായുകയും ചെയ്തിരുന്നു. ഏതായാലും സുപ്രീം കോടതി ഒരു ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി മാറ്റുന്ന പുതിയ ബിൽ ലോക്സഭയും പാസ്സാക്കിയിരിക്കുകയാണ്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.